മലയാളികളുടെ ഉള്ളുലച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഇക്കഴിഞ്ഞ ജൂലൈ 30-ന് ഒരു വർഷം തികഞ്ഞു. 2024 ജൂലൈ 30-ന് രാത്രിയാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായത്. ശക്തമായ മഴയിൽ ചെളിയും മണ്ണും കല്ലും വെള്ളവുമടക്കം പ്രളയജലം താഴേക്ക് ഇരച്ചു വന്നതിനിടയിൽ കുറെ മനുഷ്യർ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന് ജീവൻ മുറുകെ പിടിച്ച് ഇറങ്ങി ഓടിയവർ ഉൾപ്പെടെ മഴവെള്ളപ്പാച്ചിലിൽ കുടുങ്ങി. രക്ഷപ്പെട്ടവർക്ക് പലർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. പുഞ്ചിരിമുട്ടം മുതൽ ചൂരൽമല വരെ 8600 ചതുരശ്ര കിലോമീറ്ററായിരുന്നു ദുരന്ത വ്യാപനം. ദുരന്തത്തിൽ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 298 മരണങ്ങളാണ്. സമാനതകളില്ലാത്ത മനുഷ്യസ്നേഹമാണ് അന്ന് അവിടെ കാണാനായത്. ഉറ്റവരെയും ഉടയവരെയും വീടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടവരോടൊപ്പം കേരളം കൂടെ നിന്നു. ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിനും സമാനതകളില്ലാത്ത നന്മ നമ്മൾ കണ്ടു. അതിന്റെ പ്രതിഫലനമാണ് ദുരന്തത്തിന് പിന്നാലെ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ 772 കോടി രൂപ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ടൗൺഷിപ്പ് നിർമ്മാണ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർച്ച് 27-നാണ് ഇതിന് തറക്കല്ലിട്ടത്. 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന 410 വീടുകൾ പടുത്തുയർത്തുകയാണ് ലക്ഷ്യം. കൂടാതെ റോഡുകൾ, പൊതുകെട്ടിടങ്ങൾ, ജലവിതരണ സംവിധാനം, വൈദ്യുതി, ലാൻഡ്സ്കേപ്പിംഗ്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ടൗൺഷിപ്പ്. എന്നാൽ ഇപ്പോൾ ടൗൺഷിപ്പിൽ നിർമ്മിച്ച മാതൃകാ വീടിന്റെ നിർമ്മാണ ചെലവിനെ ചൊല്ലി വിവാദങ്ങൾ കടുക്കുകയാണ്. വീടൊന്നിന് 30 ലക്ഷം ചെലവായെന്ന ഊരാളുങ്കൽ കണക്കുകളാണ് വിവാദത്തിന് വഴിവെച്ചത്. ടൗൺഷിപ്പിൽ പണി പൂർത്തിയായ മാതൃകാ വീടിന് 30 ലക്ഷം രൂപ ചെലവ് വരില്ലെന്നും നിർമ്മാണത്തിന് ചുമതലപ്പെടുത്തിയ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കൊള്ള ലാഭമുണ്ടാക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. 253 കോടി രൂപയ്ക്കാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ നിർമ്മാണം പൂർത്തിയായ മാതൃകാ വീടിന് ടാക്സ് ഉൾപ്പെടെ 30 ലക്ഷം രൂപ ചെലവ് വരുമെന്നും ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നതെന്നുമാണ് ഊരാളുങ്കലിന്റെ മറുപടി. എന്നാൽ ഈ മാതൃകയിൽ ഒരു വീട് നിർമ്മിക്കാൻ 30 ലക്ഷം രൂപ എന്തിനാണെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളിലും നിന്നുയരുന്ന ചോദ്യം. നാട്ടിൽ പലയിടത്തും സ്വകാര്യ വ്യക്തികൾ വീട് വെക്കുന്നുണ്ട്. വിവിധ ഏജൻസികളും സംഘടനകളും സഹകരിച്ച് ദുരിതബാധിതർക്കായി വീട് വെച്ച് നൽകുന്നുമുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിൽ സർക്കാർ നിർമ്മിക്കുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റ് നിരക്കും അതിലൊരുക്കിയ സൗകര്യങ്ങളും മറ്റു വീടുകളുമായി താരതമ്യം ചെയ്താൽ കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാകുമെന്ന് ബത്തേരി MLA IC ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. സർക്കാരിന്റെ ഒരു പദ്ധതിയാകുമ്പോൾ PWD റേറ്റ് അനുസരിച്ച് ഒരു എസ്റ്റിമേറ്റ് വേണം. ഈ പദ്ധതിക്ക് അപ്രകാരം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നും MLA ചോദിച്ചു. സർക്കാർ മോഡൽ വീട് പൂർത്തിയാക്കിയത് ദുരിതബാധിതർക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ്. എന്നാൽ 15 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന വീട് നിർമ്മിക്കാൻ 30 ലക്ഷം നൽകി ദുരന്തത്തിന്റെ ഗുണഭോക്താവായി ഊരാളുങ്കലിനെ മാറ്റുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയും ആരോപിക്കുന്നു. ദുരിതബാധിതനായ നൌഫലിന് മസ്കറ്റ് KMCC നിർമ്മിച്ച വീടിന്റെ പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറിയിട്ടുണ്ട്. 1200 സ്ക്വയർ ഫീറ്റ് വീടിന്റെ ആകെ ചിലവ് 20 ലക്ഷം രൂപയാണ്. ക്വാറി അസോസിയേഷൻ പുത്തൂർ വയലിൽ പണിത് നൽകുന്ന വീടുകളുടെ നിർമ്മാണം പകുതിയോളം പൂർത്തിയായി. 1250 സ്ക്വയർ ഫീറ്റ് വീടിന് 17 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് വരുന്നത്. അതേ സ്ഥാനത്ത് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 30 ലക്ഷം രൂപ നിർമ്മാണ ചെലവ് വരുന്നത് ഊരാളുങ്കലിനെ സഹായിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നാണ് KM ഷാജി ചോദിക്കുന്നത്. ദുരിതബാധിതരായ മനുഷ്യർക്ക് കിട്ടുന്നത് എന്തും അവർക്ക് ആശ്വാസം പകരുന്നതാണ്. അവർക്ക് വീടുകൾ കിട്ടുന്നതിൽ സന്തോഷവുമുണ്ട്. എന്നാൽ ഒരാൾ മാരുതി സ്വിഫ്റ്റുമായി വന്ന് ആ കാറിന് 50 ലക്ഷം രൂപയാണ് വില എന്ന് പറയുന്നത് പോലെയാണ് വീടിന്റെ ചെലവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. MLA എന്ന നിലയിൽ സ്മൈൽ ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ചിങ്ങം 1-ന് നടക്കും. 8 ലക്ഷം രൂപയാണ് വീടൊന്നിന് ചെലവാകുക. പുനർജനി പദ്ധതിയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർമ്മിച്ചു നൽകുന്ന വീടിനും 10 ലക്ഷത്തിൽ താഴെയാണ് ചെലവ് വരുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചൂണ്ടിക്കാട്ടി. നാട്ടുനടപ്പനുസരിച്ച് സാമാന്യം നല്ല രീതിയിൽ ഒരു വീട് ചെയ്യാൻ സ്ക്വയർ ഫീറ്റിന് 1700 മുതൽ 1800 രൂപയാണ് കോൺട്രാക്ടർമാർ ഈടാക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 17 മുതൽ 18 ലക്ഷം ചെലവ് വന്നേക്കും. കുറച്ചുകൂടി നന്നായി ചെയ്താൽ 20 ലക്ഷം വരെ ആവാം.
സർക്കാരിനും ഊരാളുങ്കലിനും ഇത് 30 ലക്ഷം ആവുന്നത് എങ്ങനെയെന്ന് അവർ തന്നെ ആധികാരികമായി വിശദീകരിക്കട്ടെ എന്ന് കോൺഗ്രസ് നേതാവ് VT ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. വീടൊന്നിന് 25 ലക്ഷം രൂപ വെച്ച് 299 കോടി ഊരാളുങ്കലിന് സർക്കാർ കൈമാറി കഴിഞ്ഞു. എന്നാൽ 2 മുറിയുള്ള ഒരു വീടിന് എങ്ങനെ ഇത്ര നിർമ്മാണ ചെലവാകുമെന്ന സംശയം ജനങ്ങൾക്കുണ്ട്. പദ്ധതി പൂർത്തിയാക്കിയ ശേഷം ഇതിന്റെ ചെലവ് സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ് പറയുന്നു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കുന്ന രീതിയിൽ ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് വീട് പണിയുന്നതെന്നാണ് സർക്കാരും വീട് നിർമ്മിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതരും പറയുന്നത്. PCC പില്ലർ ഉപയോഗിച്ച് ഫൗണ്ടേഷൻ കെട്ടി ഗുണനിലവാരമുള്ള പെയിന്റും വയറിംഗ് സംവിധാനങ്ങളും ജനലുകളും വാതിലുകളും ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് വീടെന്നും ചുറ്റുമതിൽ ഉൾപ്പെടെ കെട്ടിയാണ് വീട് പൂർത്തിയാക്കുന്നതെന്നും റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ഊരാളുങ്കൽ ഈ കൊള്ളക്കണക്ക് ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്. നേരത്തെ തേയിലത്തോട്ടമായിരുന്ന ഭൂമിയായതിനാൽ 3 മീറ്റർ വരെ ആഴത്തിൽ ഫൗണ്ടേഷൻ ഇട്ട് പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാൻ പാകത്തിനാണ് വീടിന്റെ നിർമ്മാണം. പെയിന്റും സിമന്റും സ്റ്റീലും ഉൾപ്പെടെ ഉയർന്ന ഗുണനിലവാരമുള്ള വസ്തുക്കളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. വാതിലും ജനലും കിച്ചൺ കബോർഡും ഉൾപ്പെടെയുള്ളവ ഏറെക്കാലം നിലനിൽക്കുന്നതാണെന്നും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി അധികൃതർ പറയുന്നു. 105 ദിവസം കൊണ്ടാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഗുണഭോക്താക്കൾക്കും അധികൃതർക്കും അതിന്റെ ക്വാളിറ്റി എങ്ങനെയെന്നും മനസ്സിലാകും. നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ആവശ്യമായ മാറ്റം വരുത്തിയാണ് വീട് പൂർത്തിയാക്കിയത്. മുകൾ നില പണിയാൻ പാകത്തിന് താൽക്കാലിക സ്റ്റീൽ സ്റ്റെയർകേസ് ഉൾപ്പെടെയാണ് വീടിന്റെ നിർമ്മാണം. ഡിസംബർ 31-നകം മുഴുവൻ വീടുകളും പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കരുതുന്നുവെന്നും ഊരാളുങ്കൽ അവകാശപ്പെടുന്നു. വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളെക്കുറിച്ച് സർക്കാർ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. 9 RCC ഫൗണ്ടേഷനുകൾ, ഭൂകമ്പ പ്രതിരോധത്തിനുള്ള ഷിയർ ഭിത്തികൾ, സ്പ്ലിറ്റ് ബീം, റൂഫ് ബീം, ലിൻഡലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചുവരുകൾക്ക് സോളിഡ് ബ്ലോക്ക് ഉപയോഗിച്ചുള്ള പ്രവൃത്തിയാണ് നടത്തിയത്. അടുക്കളയുടെ മേൽഭാഗത്തെ സ്റ്റോറേജിന് ലാമിനേറ്റഡ് മറൈൻ പ്ലൈവുഡും കബോർഡുകൾക്ക് PU പെയിന്റ് ചെയ്ത ഹൈ ഡെൻസിറ്റി മൾട്ടിവുഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 20 വർഷം വാറന്റിയുള്ള UPVC ജനലുകളാണ് വീടിനുള്ളത്. അടുക്കളയിലും വർക്ക് ഏരിയയിലും കറുത്ത പോളിഷ് ചെയ്ത ഗ്രാനൈറ്റും സിറ്റ് ഔട്ടിലും പടികളിലും ഗ്രാനൈറ്റും പാകിയിട്ടുണ്ട്. തീയും ചൂടും പ്രതിരോധിക്കുന്ന FRP വാതിലിന് 10 വർഷത്തെ വാറന്റിയുണ്ട്. ശുചിമുറിയിൽ കജാരിയ കമ്പനിയുടെ ടൈലുകൾ, ടാറ്റയുടെ സ്റ്റീൽ ട്യൂബുകൾ, ഏഷ്യൻ പെയിന്റ്, ഗോദ്രേജിന്റെ പൂട്ട്, ടാറ്റ പ്രവേശിന്റെ സ്റ്റീൽ വാതിൽ, സെറയുടെ ഉൽപ്പന്നങ്ങൾ, V-ഗാർഡ് വയറിംഗ് കേബിളുകൾ തുടങ്ങി മുഴുവനും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നും സർക്കാർ അവകാശപ്പെടുന്നു. മുകളിൽ നിരത്തിയ ക്വാളിറ്റി സാധനങ്ങളാണ് തങ്ങളുടെ മോഡൽ വീടിന്റെ പ്രത്യേകതയെന്ന് ഊരാളുങ്കൽ അടിവരയിടുമ്പോഴും കണക്കുകൾ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ എന്ന് തന്നെയാണ് പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും വിലയിരുത്തുന്നത്.